മറ്റൊരു +2 മാത്സ് എ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ എടുക്കുന്നത് നമ്മുടെ വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ 3ഉം 2ഉം പാർട്ടൊക്കെ വരുമ്പോൾ ഒരു പാർട്ടൊക്കെ അറിയത്തുള്ളൂ, മറ്റ് 2 പാർട്ടും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയെ കൂടെ സാധാരണ കുട്ടികൾ പറയാറുള്ളത്. അതിന്റെ കാരണം ഒന്നുമല്ല, നമ്മൾ കുറെ ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കുന്നെങ്കിലും അവർ ചോദിച്ചേക്കുന്നതിന്റെ ആൻസർ ഇതിനുള്ളിൽ ഏത് ഓപ്പറേഷൻ ആണെന്ന് അറിയില്ല. അങ്ങനെ ഒരു വലിയൊരു കുഴപ്പമുണ്ട്. അപ്പൊ അത് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിട്ടുണ്ട്, എല്ലാ പാർട്ടുകളും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ. ഈ രീതിയിൽ കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്തെ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടേണ്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിനെ നന്നായിട്ട് പഠിക്കുകയും കൂടെ വേണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും കാര്യങ്ങളും എല്ലാം ഇത് കഴിഞ്ഞിട്ടാണേലും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഈ ചാനലിൽ കൂടെ. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് പഠിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട് എന്നങ്ങോട്ട് വിചാരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നന്നായിട്ട് പഠിച്ചോളാം. ഇതൊക്കെ ഒരു അവസരമാണ്, നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ അറിയാതെ പോലെ അങ്ങ് പോവും. പക്ഷെ നമ്മളിത് നഷ്ടപ്പെടുത്തിയാൽ, ഈ പഠിത്തമൊക്കെ ഇപ്പൊ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ തിരിച്ചൊന്നും ഉടനെ കിട്ടാത്തൊരു സംഭവം. അതൊക്കെ ഉടനെ വലിയ താമസമില്ല, ഇതെല്ലാം അറിയും. പക്ഷെ അന്നേരത്തെ നമ്മുടെ ചാൻസുകളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ കിട്ടിയ ചാൻസ് മാക്സിമം മുതലാക്കുക. കൺസിഡർ എ ഈക്വൽ ടു അതുപോലെ ബി ഈക്വൽ ടു 2 വെക്ടർ ഉണ്ട്. റൈറ്റ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ. നെക്സ്റ്റ് ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ. പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ആർ കൊളീനിയർ. 3 പാർട്ട് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഞാൻ ഈ ബോക്സ് ഇട്ടേക്കുന്നത് കണ്ടോ? റൈറ്റ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ. ഇത് കാണുമ്പോൾ അറിയാൻ വയ്യെന്ന് പറയും, ശരിയല്ലേ? ഇതെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള മീനിങ് എത്രയേ ഉള്ളൂ. എ ഒരു വെക്ടർ ആണ്. ഈ എക്ക് പെർപെൻഡിക്കുലർ ആവുന്ന ഒരു വെക്ടറിനെ ഞാൻ കണ്ടുപിടിച്ചാൽ മതി, വേറെ സംഭവമൊന്നുമില്ല. എക്ക് പെർപെൻഡിക്കുലർ ആവുന്ന ഒരു വെക്ടർ, അപ്പൊ അതിനെവിടെ പോകും എന്നുള്ളതും എന്ത് ചെയ്താലാണ് അത് കിട്ടുന്നതെന്നൊക്കെ അറിയത്തില്ല. നമ്മളപ്പോ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് എ ഉണ്ടല്ലോ, മറ്റൊരു വെക്ടർ നമ്മൾ ചുമ്മാതെ എടുക്കണം. ഇപ്പൊ ബി എടുക്കണ്ട, ബി ഓൾറെഡി എയും ബി തമ്മിൽ കൊളീനിയർ ആയതുകൊണ്ട് ബി എടുക്കണ്ട. മറ്റൊരു വെക്ടർ ഞാൻ പരിചയപ്പെടുത്തുവാണ്, സി. സി എന്ന് പറഞ്ഞുകൊണ്ട് 2i + j + 2k. ചുമ്മാതൊന്ന് ഒരു ഇഷ്ടമുള്ള വെക്ടർ എഴുതുക. ഓക്കെ, ഇഷ്ടമുള്ള ഒരു വെക്ടർ എഴുതുക. എന്നിട്ട് എ ക്രോസ് സി യെ കണ്ടുപിടിക്കുക. എ ക്രോസ് സി, ക്രോസ് ബി വേണ്ട, ബിയുമായിട്ട് വേണ്ട. എ നമ്മളിപ്പോ ചുമ്മാ ഒരു വെക്ടറിനെ എടുത്തോണ്ട്, കാരണം എയുമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബിയുമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ബിയെ നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് കൊളീനിയർ ആയിട്ട് കിടക്കുന്ന വെക്ടറാണ്. എ ആൻഡ് ബി ആർ കൊളീനിയർ അല്ലയോ? അതുകൊണ്ട് നമ്മളായിട്ട് മറ്റൊരു വെക്ടറിനെ അങ്ങ് എടുക്കണം. മറ്റൊരു വെക്ടറിനെ എടുത്ത ശേഷം നിങ്ങൾ നോക്കണേ, 2i + j + 2k. ഇത് ഇഷ്ടമുള്ള എടുക്കാം, ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എ ക്രോസ് സി എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് i, j, k. എ എന്ന് പറഞ്ഞാൽ 4 - 5 6 i, j, k യുടെ കോഎഫിഷ്യൻസ്. മറ്റേത് 2 1 2 ആണല്ലോ. ഇങ്ങനെ 2 1 2. എയുടെ 4 - 5 6. അപ്പം ഇത് എഴുതി ഇത് തിരിച്ചു മറിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് i - j + k ഇങ്ങനെ. ഓക്കെ, i × j × k. ഇത് i, j. ഈ ജെക്ക് മാത്രം സൈൻ മാറ്റിയേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ i കണ്ടെന്ന റോയും പോയി, കോളവും പോയി കഴിഞ്ഞാൽ 4 പേരെ കാണുന്നുണ്ടോ? ഈ 4 പേർ, ഇതിന്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിന്റെ പ്രോഡക്റ്റ്. അപ്പൊ -5 × 2 -10 -1 × 6 6. ഓക്കെ, ഇതിന്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിന്റെ പ്രോഡക്റ്റ്. രണ്ടാമത് j ഈ റോയും ഈ കോളവും പോകുന്നത് കേട്ടോ. ബാക്കി ദൂരെയുള്ള 4 പേരാണ്. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം. 8 - 2 × 6 12 കേട്ടോ. 4 × 2 8 - 2 × 6 12. നെക്സ്റ്റ് k ഈ റോയും പോയി ഈ കോളവും പോയി, ബാക്കി 4 പേരെ കാണുന്നുണ്ടോ? 4 - 5 2 1. 4 × 1 4 - 2 × -5 -10. That is equal to -10 - 6 -16 i -16i. അടുത്ത 8 - 12 8 ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നിങ്ങൾ കാൽക്കുലേറ്റർ അങ്ങ് ടൈപ്പ് ചെയ്തേക്കണം. 8 - 12 അവൻ തരും -4 ആടാന്ന് കേട്ടോ. ഓക്കെ, -4 - j + 4j. അപ്പൊ എങ്ങനെ പ്ലസ് ആയത്? ഇവിടുന്ന് കിട്ടുന്ന -4ഉം ഈ -jയുടെ ഇൻറ്റു ചെയ്യുമ്പോൾ +4j. അടുത്ത 4 - -10 4 + 10 14k. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. എന്ന് പറഞ്ഞാൽ ഈ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്.
അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കണ്ടുപിടിക്കും. ഇനി അല്ലാതെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം, ഇന്റു ചെയ്യുമ്പോൾ 0 അതൊക്കെ കേട്ടോ. ഇതായിരിക്കും ഇതിന്റെ മെത്തേഡ്. ഇതാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ ഇത് ശരിയാണോ എന്ന് അറിയണം. ഈ കിട്ടിയ വെക്ടർ പെർപെൻഡിക്കുലർ ആണോ എന്ന് അറിയാൻ നിങ്ങൾ ഇവനും തമ്മിലുള്ള ഡോട്ടിനെ കണ്ടുപിടിച്ചാൽ 0 കിട്ടും. ഡോട്ടിനെ കണ്ടുപിടിച്ചാൽ 0 കിട്ടും. നോക്കാം ഡോട്ട് എങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഈ എ ക്രോസ് സി കൂടെ കിട്ടിയ ഈ വെക്ടർ ഇതാ നമ്മുടെ പെർപെൻഡിക്കുലർ പറഞ്ഞേക്കുന്ന പെർപെൻഡിക്കുലർ വെക്ടർ ഇതാണ്. ഇത് ശരിയാണോ എന്ന് അറിയാൻ ഇതും എയും തമ്മിൽ എയുമായിട്ടില്ലയോ ഡോട്ട് കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടണം. നമുക്ക് ഡോട്ട് എന്ന് വിളിക്കാം. -16 × 4 -16 × 4 പ്ലസ് ജെയുടെ 4 ഇവിടെ ജെയുടെ -5 4 × -5 പ്ലസ് 14 × 6 ആൻസർ വരുന്നത് ഇത് -64 -20 ഇത് +84 -0 കിട്ടിയല്ലോ. അപ്പൊ എന്താണ് അർത്ഥം? ഈ വെക്ടർ ഇയാളുമായിട്ട് എന്താണ് എയുമായിട്ട് എന്താണ് പെർപെൻഡിക്കുലർ കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അറിയാൻ വയ്യാത്തവരുണ്ട്. ശരിയാണ്. അപ്പോൾ മെത്തേഡൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്താണ് വാട്ട് ഈസ് മെന്റ് ബൈ ക്രോസ്? ക്രോസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ വെക്ടർ എന്നാണ് കേട്ടോ. അപ്പൊ എ ക്രോസ് ബി ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എയുമായിട്ടും ബിയുമായിട്ടും പെർപെൻഡിക്കുലർ എന്ന വെക്ടർ ആണ് എ ക്രോസ് ബി. ഇവിടെ ഞാൻ സിയുമായിട്ട് ചുമ്മാ ഒരു വെക്ടറിനെ എടുത്തോണ്ട് എ ക്രോസ് സി. നമുക്ക് എ ക്രോസ് സി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അത് എയുമായിട്ട് എന്താണ് പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് വെക്ടർ. അപ്പൊ എ എങ്ങോട്ട് എടുത്ത് എഴുതാം? രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. എ ഈക്വൽ ടു 4i - 5j + 6k. അതിന് എന്താ വേണ്ടത് മോനെ? ഡയറക്ഷൻ റേഷ്യോസ്. വളരെ ഈസി. ഡയറക്ഷൻ കൊസൈൻസ് വേണ്ട, ഡയറക്ഷൻ റേഷ്യോസ് അവിടെ കാണാൻ പറ്റും കേട്ടോ. വാട്ട് ആർ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ വെക്ടർ? 4 എഴുതണം, -5 എഴുതണം, 6 എഴുതണം. കഴിഞ്ഞു. ഇത്രേ ഉള്ളായിരുന്നു. These are the direction ratios of vector. That means the coefficients of I, j, k are the direction ratios of a vector. Next, prove that A and B are collinear. Collinear ആക്കാൻ വളരെ ഈസി ആണ്. നോക്കിയാണേ, ഇവിടെ A ഈക്വൽ ടു 4i - 5j + 6k ആണ്. B ഈക്വൽ ടു എന്തായിരുന്നു? -8i + 10j - 12k. ഈ എയും ബി നമുക്ക് പെർപെൻഡിക്കുലർ കൊളീനിയർ ആണെന്ന് കാണിക്കണം. കൊളീനിയർ ആക്കാൻ നിങ്ങൾ നോക്കേണ്ടത് മോനെ ഈ വെക്ടർ കണ്ടോ, ഈ വെക്ടർ കണ്ടോ. ഇതൊരു പ്രത്യേകത ഉണ്ടോ മോനെ? ഇത് 4, ഇത് 8, ഇത് 5j, ഇത് 10j, ഇത് 6k, ഇത് 12k. എല്ലാം ഇരട്ടിയാ മോനെ. പക്ഷെ സൈൻ മാറിയാ കിടക്കുന്നത്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും. ഇത് മൈനസ് വന്നപ്പോ ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ് വന്നപ്പോ മൈനസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ വലിയ നമ്പർ ഉള്ളത് ബി അല്ലേ മോനെ? 8ഉം 10ഉം 12ഉം ഒക്കെ ബിക്ക് അല്ലയോ? എ ചെറുതല്ലയോ? അപ്പൊ വലിയ ആളെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടു കേട്ടോ. വലിയ ആളെ അങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു 2നെയും കോമൺ എടുക്കണം. ഞാൻ ഈ 2നെ കോമൺ എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാ മോനെ? ഇരട്ടി ആയതുകൊണ്ട് കേട്ടോ. ഇതെന്ന് പറയാൻ ഇരട്ടി ഇല്ലയോ? ഇതിന്റെ എല്ലാം നമ്മൾ ഇരട്ടി ആയതുകൊണ്ട്. ഇനി 3 മടങ്ങാണെങ്കിൽ 3 കോമൺ എടുക്കണം. അപ്പൊ ഞാൻ 2നെ കോമൺ എടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഇനി പകുതി എഴുതിയാൽ മതി. അപ്പൊ ഈ -8i ആണെങ്കിൽ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ -4i എഴുതിയാൽ മതി, പകുതി. ഇത് അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടും. അത്രേ ഉള്ളൂ. 10j ആണെങ്കിൽ നിങ്ങൾ 5j എഴുതിയാൽ മതി, 2 കോമൺ എടുത്ത്. അപ്പൊ 2 × 5 10 ആയിക്കോളും. ഇതാകുമ്പോൾ -6k. ഓക്കെ, നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോണ്ടവനെ ഈ 3 നമ്പറിനെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു കുഴപ്പം, സൈൻ മാറി കിടക്കുക. ഒന്നും കുഴപ്പമില്ല. അപ്പൊ എന്തെന്നറിയുമോ? ഒരു മൈനസിനെ ഇങ്ങനെ കോമൺ എടുക്കണം. മൈനസിനെ കറക്റ്റ് ആക്കാൻ കേട്ടോ. ഇത് +4i, പക്ഷെ ഇവിടെ കിടക്കുന്നത് -4i. ഇത് മൈനസ് വന്നു, പക്ഷെ ഇത് പ്ലസ് വന്നു. എല്ലാ സൈൻ മാറി കിടക്കുമ്പോൾ ഒരു മൈനസിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സൈൻ ആയിക്കോളും കേട്ടോ. എന്നുള്ള മൈനസിനെ ഇവിടെ നിന്നെല്ലാം ഒരു മൈനസിനെ എടുത്തു കഴിഞ്ഞാൽ സൈൻ മാറ്റി എഴുതുമ്പോൾ മൈനസിങ് പോന്നേ. അപ്പൊ എന്തായി? +4i. പ്ലസിൽ നിന്നും മൈനസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈനസ് ആവും കേട്ടോ. -5j മൈനസിങ് പോകുന്നു, പിന്നെ എന്തായി? +6k. എല്ലാ സൈനും മാറ്റിയാൽ മതി കേട്ടോ. മൈനസ് കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എല്ലാവരുടെയും സൈൻ മാറ്റണം. ഓക്കെ, ഇപ്പൊ നോക്കിക്കാൻ മോനെ -2 × ഇയാളാരാ? കറക്റ്റ് എ എന്ന് പറഞ്ഞ വെക്ടർ ഇല്ലേ മോനെ? -2 × വെക്ടർ. Therefore A and B are collinear. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. ശരിയാണ്, നമ്മളൊരു സേ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഇത് അത്ര ഈസി ഒന്നും അല്ല. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഫെയിൽ ആയത്. അപ്പൊ ഇനി നിങ്ങളിതൊന്നും പഠിക്കണം, മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്യണം. ഉള്ള സമയം എല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ ഒരു കാര്യത്തിന് പോകില്ല, തോറ്റുപോകും. ഓക്കെ, തോക്കാതിരിക്കാൻ ഉള്ള വഴി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കിട്ടുന്ന ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇനിയും തന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.